കേരളത്തിലെ മറ്റല്ല ഇപ്പൊ SC, ST, OBC വിഭാഗങ്ങളായിക്കോട്ടെ, ഈ ജനങ്ങളെല്ലാം BJP അടുക്കുന്നുണ്ടെന്നേ. ഇപ്പൊ പാലക്കാട് പുത്തൂർ പഞ്ചായത്ത് ട്രൈബൽ ഞങ്ങൾ 8 മെമ്പർമാരിലുള്ളത് 8-ൽ 7 പേരും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്താണ്, അവിടെ BJP-യുടെ ഭരണസമിതിയാണുള്ളത്. അപ്പോ അങ്ങനെ കേരളത്തിലൊട്ടാകെ വലിയ മാറ്റം നടക്കുന്നുണ്ട്. അപ്പോ അതില്ല എന്നിട്ട് ഇല്ല എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ. ശരി, ഇല്ല എന്ന് പറഞ്ഞത് ശ്രീ N. ശ്രീകുമാറാണ്. ശ്രീ N. ശ്രീകുമാർ, താങ്കൾക്കുള്ള മറുപടിയാണ് ശ്യാംരാജ് നൽകിയത്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി, ശ്രീ N. ശ്രീകുമാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ആ രീതിയിൽ കാണേണ്ടതില്ല എന്നാണ്. അല്ല, നോക്കും മഞ്ജുഷേ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ കാണേണ്ടതില്ല എന്ന് ജയിക്കുന്നവരും തോൽക്കുന്നവരും ജയിക്കുന്നവർ മറിച്ചും പറയും. അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഒരു പാഠമാണ്. ഞാൻ ഒരു അടിസ്ഥാനപരമായിട്ട് പത്രപ്രവർത്തകനായതുകൊണ്ട് ഈ കാര്യങ്ങളുടെ കൃത്യമായിട്ട് എനിക്ക് പറയേണ്ടി വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പൊ ഇത്തവണ UDF ജില്ലാ പഞ്ചായത്തുകളുടെയും കോർപ്പറേഷനുകളുടെയും ജയം മാത്രം എടുത്താൽ മതി. മറ്റുള്ള മുനിസിപ്പാലിറ്റിയും മറ്റുള്ള ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളും വിട്ടോളൂ. അപ്പൊ ആ ജില്ലാ പഞ്ചായത്തുകളിലെ 7 ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല, അതിൽ കൂടുതൽ ഡിവിഷനുകൾ കോൺഗ്രസിനാണ് കിട്ടിയത്. ഡിവിഷനുകൾ കേട്ടോ, 7 മാത്രം കണക്കാക്കണ്ട. അപ്പൊ അത് വരുമ്പോ അതൊക്കെ ഒരു രാഷ്ട്രീയ സ്റ്റൈൽ തന്നെയാണ്. അത് മാത്രമല്ല, മൊത്തത്തിലൊരു രാഷ്ട്രീയമായ ഒരു മാറ്റം തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതിനും തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ ശ്യാംരാജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതിൽ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇതില് അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഈ ക്രൈസ്തവ സഭ നേതൃത്വം അങ്ങനെ വോട്ട് ബാങ്ക് എന്ന രീതിയിൽ ഇല്ലാന്ന് നമ്മുടെ ഒഴികയിലൊക്കെ പറഞ്ഞു. അത് വോട്ട് ബാങ്ക് ഉണ്ട്, സംശയമില്ലാത്ത കാര്യം. വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ അത് ഓരോ രീതിയിലാണ്. അത് എല്ലാ സമുദായത്തിനും വോട്ട് ബാങ്ക് ഉണ്ട്. ആ സമുദായത്തിലെ 100 പേരുണ്ടെങ്കിൽ ആ 100 വോട്ട് വളരെ പ്രധാനപ്പെട്ടാണ്. വോട്ട് ബാങ്ക് എന്ന് വെച്ചാൽ അതാണ്. അപ്പൊ കേരളത്തിലെ മാത്രമല്ല, കുറെ കാലമായിട്ട് ഇപ്പൊ ശ്യാംരാജ് പറഞ്ഞ 60 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചു. അതേ കോൺഗ്രസിനോടൊപ്പമായിരുന്നു ക്രൈസ്തവ വിഭാഗം, സംശയം വേണ്ട. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ അവരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന PC അലക്സാണ്ടർ കേരള കോൺഗ്രസ്